Guys, let's go. Let's react. Discord. ഞാൻ ഇപ്പൊ നിങ്ങൾ വലിച്ചു വരെ ഡിസ്കോഡ് കൊണ്ടൊന്നും ഇടല്ലേ, കാരണം കാണാൻ പറ്റത്തില്ല. അതൊക്കെ വേറെ വേറെ ആൾക്കാർക്കുള്ള സാധനങ്ങളാണ്. നമ്മളൊന്നും അതിൽ കയറി തലയിടാൻ പാടില്ല. റെസ്റ്റോറന്റ് POV മാത്രം കാണിച്ചുകൊണ്ട് അത് മാത്രം വെട്ടി കയറ്റിയാട്ടാ, അല്ലെങ്കിൽ എല്ലാരും POV കിടന്ന് ഓടുമായിരുന്നു. കേസ് POV എല്ലാം കാണാം, നിങ്ങൾക്ക് POV എല്ലാം കോണ്ടന്റിൽ വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അറിയേണ്ട നമ്മളെ വ്യൂസ് ആണെങ്കിലും നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ നമ്മളെ ഒരു ഡിസ്മാൻഡിൽ അങ്ങനത്തെ ആക്കുന്ന ഇഷ്യൂ വന്നപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റിലുള്ള ഇഷ്യൂ വന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ കൂടെ ഒപ്പം നിന്നുള്ള ഗ്യാങ്ങാണ് TVA. ഈവൻ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് TV ആണ്, KV മാത്രമേ ഉള്ളൂ TVക്ക് ബ്രദർഹുഡ് എന്ന രീതിയിൽ. സോ അതന്നെ എനിക്കും പറയാനുള്ളത്, നമുക്കും തിരിച്ച് TVA മാത്രമാണ് ആസ് ഓഫ് നൗ ഇപ്പോൾ ബ്രദർഹുഡായിട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന രീതിയിൽ വരുള്ളൂ. ഈ വരി ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്നല്ലേ. ഞാൻ സ്റ്റിൽ ഈ മൂവി കണ്ടില്ല കേട്ടാ, പക്ഷെ കാണാൻ എനിക്ക്. പക്ഷെ എന്തോ ഈ വരി ഇത് ഭയങ്കരമായിട്ട് ഈ വരികള് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. കല്യാണ തിരക്ക് എന്തൊക്കെയായി, കല്യാണത്തിലൊക്കെ 2 മണിക്കൂർ മാറ്റി കാണാം. റിലേറ്റബിൾ ആണ്. ഉള്ളവരൊക്കെ പോവും, അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ ആരും കാണത്തില്ല. ഇതാരാ വണ്ടിടാ? വേറെ ആരാ? നമ്മളെ വണ്ടി. ഏത് നമ്മളെ വണ്ടി? നമ്മള് റെന്റിനെടുത്ത വണ്ടി. ഫുൾ പ്ലാൻ എന്റെ ആയിരുന്നു. ഞാനിവിടെ ചേർന്നല്ലേ വണ്ടി എടുത്ത, നീ അവനെ മാത്രം അടിച്ചെന്തിന്? ഈ അടിച്ചവന്റെ അടുത്ത് എങ്ങനെ 10,000 രൂപയാണ് കാറിന്റെ റെന്റ്? നീയൊക്കെ വർക്ക്ഷോപ്പ് തുടങ്ങുന്ന ചുമ്മാ എല്ലാ വണ്ടികളും വാരിയിട്ടിട്ട് ഒന്നാമത് ഇവിടെ പൈസ ഇല്ല. ഇനി വരുന്ന ഹെലികോപ്റ്ററിന് ആര് പൈസ കൊടുക്കും? ഇത്ര എക്സ്പ്രഷൻ പറയാളിയ. ഭയങ്കര സന്തോഷം നിങ്ങളുടെ ഗ്രോത്തില്. സീരിയസ് ആയിട്ട് എങ്ങനെ പറയാം, ഭയങ്കര സന്തോഷം. നമ്മളൊക്കെ നിങ്ങളുടെ ഈ ഓരോ കോണ്ടന്റ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി ഇനി നല്ല നല്ല മൂവീസ് വരട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളി അടിപൊളി അടിപൊളി. ബാക്കി ഞാൻ വാഴ കണ്ടിട്ട് വാഴയുടെ റിവ്യൂ പറയാം. സിറ്റി സിറ്റി കാണാം. ഇനിയിപ്പോ 2-3 വീഡിയോ കണ്ടിട്ട് സിറ്റി കാണാം. ഓൾറെഡി എല്ലാരും ഇട്ട റിവ്യൂ അല്ല, അങ്ങനെയല്ല. നീ ഓൾറെഡി എപ്പിസോഡ് ആയിട്ട് നീ വ്ലോഗ് എടുക്കുവല്ലേ, അതിന്റെ ഒരു പാർട്ടായിട്ട് രീതിയിൽ. എന്തായിരിക്കും തിയേറ്ററിൽ ഈ മൂവി വന്നതിന് ശേഷം ഓഡിയൻസ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം? അത് പ്രഡിക്റ്റ് ചെയ്യാൻ എന്താണ് അവർ പറയുന്നത്, അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹാഷറും പിള്ളേരും തൂക്കി. അയ്യോ ഞാൻ കാണലടി, ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സ്പോയിലർ അടിക്കും. സാറേ ഞാനൊന്ന് ഒപ്പിടാൻ വേണ്ടി വന്നതാ. കാലത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാൻ നിന്നെ എന്താടാ പോലീസിലെടുത്തോ? Nowadays in VC and RP തന്നെയല്ലേ ഭയങ്കര ഇങ്ങനെയാണ് തിരിക്കടാന്ന് പറയും.
അളിയ രായ നീ, ഇത് ഞാൻ, ഇതാരി അപ്പാപ്പൻ. അപ്പാപ്പനാണ് ഇത്. ഓ ഇത് റിയൽ ലൈഫ് ഫോട്ടോ എടുത്തിട്ട് ചെയ്തതാണല്ലോ. രായ നിന്റെ റിയൽ ലൈഫ് കാണാൻ പോലെ ഉണ്ട്. കൊള്ളാം കൊള്ളാം, അടിപൊളി. I hate your taste in music. We don't care. ഗണേശ ശരണം ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ, ഏകദന്തനെ ലംബോദരനെ വിശ്വവാഹനെ ഗണേശ ശരണം ഗണേശ. പൊളിയാ. പാട്ടാ എന്റെ പാട്ടെന്ന് വെച്ചാല് ഡസ്റ്റ് ഒറ്റയ്ക്ക് കൊണ്ടുപോയി കേട്ടോ അത്. ബ്രോ MR സെറ്റിൽ വിളിച്ചാൽ MR സെറ്റിൽ വരുമെന്ന്. അല്ല, ഞാൻ നിക്കണത് ഇപ്പൊ ഒരു ഗ്യാങ്ങിലല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഞാൻ നിക്കണ ഒരു ഫാമിലിയിലാണ് പറഞ്ഞ. എനിക്കിത് ഗ്യാങ് ആയിട്ട് ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. എനിക്കിതൊരു ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ കയറിയപ്പോ എനിക്ക് വന്ന മാറ്റവും കാരണം മുമ്പുണ്ടായ മാറ്റവും ഒക്കെ വേറെയാണ്. അപ്പൊ അതിപ്പോ പാസ്വേഡ് ഇറക്കി വിടാണ്ടല്ലാണ്ട് ഞാൻ ഈ ഗ്യാങ്ങിൽ നിന്ന് ഒരിക്കലും. വാസോണ, നിങ്ങൾ ഒരാളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഈ TV-യിൽ എത്തിയത്. നിങ്ങളാണ് എന്നെ TV-യെ കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കാണും. ഞാൻ ഈ TV-യിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അത് വാസോണ്ണ ഇറക്കി വിട്ടാൽ മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തുള്ളൂ. അതെന്റെ വാക്കാണ്. സോറി, ആ പാട്ട് കുറച്ച് ഓടും കേട്ടോ. സത്യം. സത്യം. ഒരു സെക്കൻഡ്, ഈ പാട്ട് കുറച്ച് ഓടും കാരണം നല്ല ഭയങ്കര ഫീൽ ഗുഡ് പാട്ടാണ്. അയ്യോ 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 അയ്യോ, കൈതട്ടി കഴിച്ച എടാ തേങ്ങ. ബാക്കി ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. നീ തന്നെ ഇപ്പൊ പറഞ്ഞു ഞാൻ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. 6 കൊല്ലായി ആണോ? 6 കൊല്ലായി. നിങ്ങൾ അപ്പോൾ മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്ത് പോകുന്ന ആൾക്കാരാണ് ആണോ? ആണ്. എന്നിട്ട് ഇങ്ങനെ വന്ന് ലൈവിൽ വന്ന് അവരാധിച്ചിട്ട് അയ്യോ ഞാൻ അത് ചാറ്റ് ട്രിഗറാക്കി, അത് ഞാൻ കണ്ടില്ലായിരുന്നു, അത് ഞങ്ങൾക്ക് അറിയാണ്ട് പറ്റിപ്പോയതായിരുന്നു. നാണില്ല. എടാ ഷമീറെ, നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നീയൊക്കെ നരമ്പിലൂടെ ഓടുമ്പോ വാസണം വരമ്പിലൂടെ ഓടിയിട്ടുള്ളതാ. അത് അറിഞ്ഞ് ചിന്തിക്കും. നിന്റെയൊക്കെ തന്ത തൊപ്പിനോട് ചോദിച്ചാൽ മതി. വെറുതെ വാസണ്ണനെ ഇട്ട് മെക്കെട്ട് കയറാൻ നിൽക്കല്ല. എന്റെ മെക്കെട്ട് കയറുന്ന പോലെ അല്ല. ഞാനൊക്കെ ഒന്ന് ക്ഷമിക്കും. പക്ഷെ വാസണ്ണ ക്ഷേമാന്ന് പറഞ്ഞ പുള്ളിക്കുണ്ടാവും. നീ എണീച്ചിരുമ്പോ രാവിലെ എണീക്കുമ്പോഴേ ചിലപ്പം പുള്ളിയുടെ എന്താ പറഞ്ഞാല് വീടിന്റെ നിരത്തുണ്ടാവും. അമ്മ അത് ആ റേഞ്ചുള്ള പുള്ളിനെ നീ ഇതാക്കാൻ അറിയാം. എടാ നീയൊക്കെ എന്നാടാ സ്ട്രീമർ ആയത്? എന്നൊക്കെ എന്നാലും ഗെയിം കളിക്കാറിയടാ നായെ. വാസന നിന്റെ ചുണ്ണി ചെത്തിയിട്ട് കഴുകന്മാര് കൊണ്ടുപോകും കടപ്പുറത്തേക്ക്. നീ ആളർന്ന് കളിച്ചിട്ടോ. വാസണ്ണനെ ട്രിഗർ ചെയ്യാൻ മാത്രം നീ വളർന്നടാ. നീ വേണമെങ്കിൽ ബനോടൊന്ന് ചൊറിഞ്ഞു നോക്ക്. ആര്? സായി പോപ്പി ചൊറിഞ്ഞു നോക്ക്. ചന്ദ്രനോടൊന്ന് ചൊറിഞ്ഞു നോക്ക്. നിന്റെ ചെപ്പ പൊളിഞ്ഞിട്ടുണ്ടാവും നായെ. അതാണ് പറയുന്നത്. ഇവന് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ജനീകൾ നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട്. മൂക്കാമണ്ട് അടിച്ചു കുടിക്കാനാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എടാ എന്നോടൊക്കെ തട്ടി കളിക്കുന്നവരാണ് വാസണ്ണനോട്. പുള്ളിക്ക് എവിടെ കിടക്കുന്ന മനുഷ്യനാണ്. ഞാനൊക്കെ പുള്ളിന്റെ ഫാനാണ്. ഇനിയാട്ടം വാസണ്ണനൊന്ന് പറഞ്ഞു നിന്റെ ചെള്ള അടിച്ച് ഞാൻ ഇല്ലേ ചേട്ടനോട് പോണാ. ഇല്ല ഞാൻ തിരിച്ച് ഞാൻ ആദ്യം കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചു ഇനി കൂടി ഒരാഴ്ച മതി. ബാക്കിയില്ല. കേട്ടന്റെ കുഴപ്പമില്ലല്ലേ? അല്ലല്ലേ നിന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റി. ഒന്നും പറഞ്ഞു നേരത്തെ നശിച്ച വീട്ടിൽ വരാൻ തോന്നുന്നു ആലോചിക്കണം. നിങ്ങളൊക്കെ കുറെ ഉണ്ടാക്കിയിട്ടാണ് എന്റെ ജീവിതത്തിലൊക്കെ സംഭവിച്ചത്.
നിങ്ങളൊരു ഒറ്റരാളുടെ വിവരമില്ലായ്മയാണ് ഞാൻ ഈ അനുഭവിക്കുന്ന കാക്ക ഓർത്തോണം. ആന്റണി എന്തുവാണ് പപ്പയ്ക്ക് വിഷമാക്കും? പോടാ ഫീലാണ് ഞാൻ എന്ത് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ ചൂടാവണേ? അത് നിനക്ക് ഓർമ്മ വേണം. എന്തൊരു അടിപൊളി മിക്സിംഗ് ആടാ അത്. എന്തൊരു മിക്സിംഗ് അല്ലേ അളിയാ, നൈസ് അല്ലേ അത്? സത്യം ഭയങ്കര ഭയങ്കര അടിപൊളി മിക്സിങ്. മിക്സിങ്ങും ആ പാട്ടും സിനിമയും നൈസ്. ഫീലായി, എന്തോ ഇളകി പാട്ട് ചെയ്യുന്നു. നൈസ് 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 നൈസ്. വൈ ഐ എം ക്രൈയിങ് എന്നാ അതെന്താ നിങ്ങൾ അത്ര ഫീൽ ആവുന്നുണ്ടെന്ന് നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ ചിലപ്പോൾ അങ്ങനത്തെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കാം. നമ്മൾ ഒരു ഏജിൽ ശരിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല അവരെന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവരെന്തോരം കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയാതെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ. നമ്മളൊരു ഏജിൽ, ഞാനത് കുറ്റമായിട്ട് പറയുന്നില്ല, ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കത്തില്ല, അത് വിട്ടുപോകും. നമ്മുടെ തിരക്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് വിട്ടുപോകും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കാതെ ഒരിക്കലും പോവില്ല. നമ്മൾ മനസ്സിലാക്കണം അവർക്ക് വേറൊരു സൈഡ് ഉണ്ടാവും. നമുക്കൊരു സൈഡ് ഉള്ളത് പോലെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സൈഡ് ഉണ്ടാവും എന്തേലും ഒക്കെ. ചെറുതട വെൽക്കുന്നതിലായി എന്റെ സൗണ്ട് അളിയാ കുറവാണോ? ഒരു മിനിറ്റ് അളിയാ. ഓക്കെ, കുറഞ്ഞു നടക്കുവായിരുന്നു. യാ നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ കണ്ടല്ലേ. Tasker crew. How many? How many do you have? John will come for you. People keep asking if I'm back, and I haven't really had an answer. But now, yeah, I'm thinking I'm back. പടയാടി പെട്ടെന്നായിരുന്നു. ஃபைசல் கேங்க பத்தி உங்களுக்கு தெரியாதுப்பா, அவங்க ரொம்ப டேஞ்சரானவங்க. அப்பா யாருன்னு உனக்கு தெரியலடா. ഞാനൊരു കാര്യം പറയാം, ഇത് പറയണോ? അതായത് ഞാനൊരു കാര്യം പറയാം. അതായത് ഇപ്പോൾ ഈ 5 വർഷത്തിൻ്റെയും ഈ വർഷങ്ങളുടെ കണക്കൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഞാനിങ്ങനെ പറയുകയാണ്. അതായത് ഈ 5 ഇയേഴ്സും ഞങ്ങൾ കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഞങ്ങൾക്ക് ആർപിക്കകത്തും അല്ലാണ്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അതായത് ഞങ്ങൾക്ക് കിക്കിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ലോക്കോയുടെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, പേഴ്സണലി ഞങ്ങൾക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. സോ അവിടെ ഒന്നും വീഴാതെ ഞങ്ങൾ ഇപ്പം ഇവിടെ എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ ഒരു പവർ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. സോ ഇവിടെ ഒന്നും വീഴാതെ ഞങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ നിൽക്കും.
ഇനിയും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വാറൊക്കെ ജയിക്കാൻ പറ്റുമായിരിക്കും. നടക്കട്ടെ അങ്ങനെ. പക്ഷെ തോറ്റാലും ജയിച്ചാലും നമ്മള് ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അല്ല നമ്മള് ഇത്രയും വർഷം ചെയ്ത കാര്യങ്ങളൊന്നും മായ്ച്ച് കളയാൻ ആർക്കും പറ്റത്തില്ല. എത്രയൊക്കെ ശ്രമിച്ചാലും അവിടെ തന്നെ കാണും. യെസ്, അതാണ് കാര്യം, അതാണ്. അപ്പൊ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. സിറ്റിക്കാറൊക്കെ സിറ്റി നമുക്ക് 2 പേർ കണ്ടിട്ട് നമ്മളത് ടി വിയൊക്കെ ഒരു ഇഷ്യൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ അത് സിറ്റിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലും നമ്മളത് ടി വിയുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ ഇനി ഞങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അത് ഈ സിറ്റിയിൽ എന്തായാലും അത് KV ആയിരിക്കും. അത്രേ ഉള്ളൂ. യെസ്, യുകെയുടെ ഷെയ്ക്കാണ് കൺട്രോളിങ്. യുകെയുടെ ഷെയ്ക്ക് മോണ്ടേജ് ഒക്കെ നോക്കണം. ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഇത് 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 KV സാഗറാടാ. രണ്ടു മണിക്കത്തെ ലൈവ് കൊള്ളാടാ. നീ ഒന്ന് മുട്ടൽ ഇഴഞ്ഞാ താഴെ കിടന്നു. നീ ഒന്ന് മുട്ടൽ ഇഴഞ്ഞ് കാണട്ടെ. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ മൊമെന്റ് ആണ്. ഇതൊക്കെ RPയില് വെൻ ഇറ്റ്സ് കം RP ഇതൊരു ഭയങ്കര അവസ്ഥയാണ് ശരിക്കും ഞാൻ പറയണം. അതായത് നമ്മൾ ഈ സിനിമാറ്റിക് വെസസ് റിയാലിറ്റി എന്ന് പറയുന്നത് കൊണ്ടുവരുമ്പോണ്ടല്ലോ അത് എന്തവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയത്. അത് സത്യം എനിക്കിവിടെ നിനക്ക് നല്ല ആഗ്രഹമുണ്ട് പാർക്കണേ. നിനക്ക് ആ ഗ്യാങ്ങിൽ കളിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ ഗ്യാങ്ങിൽ നിന്ന് നിനക്ക് എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് അല്ലെങ്കിൽ ആ ഗ്യാങ്ങിൽ നിൽക്കണമെന്ന് നിനക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കിത് കണ്ടാൽ മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ഇത് ചെയ്യൂല, അല്ലെങ്കിൽ നീ ഇത് ചെയ്യൂല, കൺഫേം ആണ്. അല്ലെങ്കിൽ നീ ഇത് ചെയ്യത്തില്ല. ഇന്നത്തെ നടക്കട്ടെ. നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നീ കഴുകനെ പോലെ ഉയർന്നു വരണം. നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാൽ അവിടെ നിന്നെല്ലാം ഞാൻ നിന്നെ താഴെ ഇറക്കും. ആ കരയിലാരാ നോക്കി? നിങ്ങക്ക് മനസ്സിലായില്ലേ? വലത്ത് നിന്ന് ആദ്യം ഭരതൻ, തൊട്ടടുത്ത് എനിക്ക് ഇവിടെ ചെയ്യണം, എനിക്ക് ഇവിടെ ചെയ്യണം. നമ്മുടെ എല്ലാ പൈമറച്ച് ചെയ്യണമായിരിക്കും സാധനം. ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് ഉറുപ്പ്, തൊട്ടപ്പുറത്ത് ചാരി നിൽക്കുന്നത് ഹൈദ്രു. 4 കുപ്പിക്കണ്ടങ്ങളാ. മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഉച്ചാളി രാഷ്ട്രീയക്കാരെ കൂടി സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. ഒന്നാണ് പഠിക്കാനായിട്ടാണ്. എനിക്ക് ഈ സെയിം ഡയലോഗ് എനിക്ക് ഒരു ക്ലാസിക് സാധനം ചെയ്യണം. എന്താ ഇരട്ടാണോ അവര്? എന്തിത് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് മൂക്കില് മാത്രമാണ്. ഒരേ മീശ. ഇവന്റെ അനിയൻ KVയിലായതുകൊണ്ട് ആദ്യം പറയാത്തയാ. സത്യം. ഇവിടെ പെട്ടെന്ന് കൊണ്ട് കുത്തി അടിക്കാവോ? ഇവിടെ പെട്ടെന്ന് നമ്മളെല്ലാം ഇവിടുന്ന് കുത്തി അടിച്ച് ഈ റിച്ച് വേണം റിച്ച് ബാബാ. നമ്മുടെ ബാക്ക് സ്റ്റാഫിലുള്ളവരൊക്കെ പോയി ചോറി
അന്ന് സ്പെക്ക് ചെയ്തപ്പോ ഇവന്റെ POV നമ്മൾ മിസ്സായി. ഇതിലൊരു കോൾ ഉണ്ട് മയിര്, അത് ഞാൻ കണ്ടന്റിലാണ് ഞാൻ കണ്ട, കിളി പോയത് അതാണ്. ഇപ്പൊ വരും ഇതില് കണ്ടോ? ബാക്ക് സപ്പോർട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട്, ബാക്ക് സപ്പോർട്ട് ഡോർക്കി കൊടുക്കുന്നുണ്ട്, ഫ്ലാങ്ക് വരുന്നെല്ലാം കവർ ചെയ്യുന്നുണ്ട്, ഡോർക്കി ഡെസ്ട്രോ ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. ആ മലയിലങ്ങ് നിന്നെയൊക്കെ ഇറക്കാൻ നമുക്ക് അറിയാനാവൂ. ആ മലയെ കുത്തിയിരുന്നെ ഇറക്കാൻ അറിയത്തില്ലെന്നാണ് വിചാരം. തിരിച്ച് ഞാൻ പറഞ്ഞു, തിരിച്ച് നമ്മളിത് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇങ്ങോട്ട് വരെ പോയിട്ട് തിരിച്ച് നമ്മൾ കുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ, ഈ മാർക്ക് കാണുന്നുണ്ടോ? ആ നമ്മൾ അങ്ങ് വരെ പോയിട്ട് എല്ലാ വണ്ടി അങ്ങ് വരെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് കേട്ടോ. വാ അവന്മാർ ഓടണം, അവന്മാർ ഓടി ഇവിടെ വരെ എത്തിയാലേ നമ്മൾ ചെയ്യാവൂ കേട്ടോ. ആ ഓട്ടെ തിരിച്ച് കുത്തിക്കോ ഞാൻ പറഞ്ഞിട്ട് കുത്ത്. കുത്തി അറിയാ റൈറ്റ് കയറി കളിച്ചിട്ട് പോയാ നീയൊക്കെ കളിച്ചിട്ട് പോയാ ഇല്ല കൺഫേം ഗെയിം അവിടെ പോയി പുതിയതായിട്ട് വന്ന പിള്ളേരൊക്കെ 2-3 മാറി പഴയ പിള്ളേർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അവനെ. അത് നൈസാണ്. അത് സംഭവം. ഞാൻ കാര്യം പറയട്ടെ, സത്യം പറഞ്ഞ എല്ലാരും ഒരു പരിധി വരെ കുത്തുന്നതും പാണ്ടിക്കുത്തും ഇതൊക്കെയാണ് എല്ലാവരുടെ മൈൻഡ്. പക്ഷെ സത്യം പറഞ്ഞ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ നാളെ തൊട്ട് എല്ലാരും വിചാരിക്കും ഓക്കെ ഇനി അങ്ങോട്ട് വന്ന ഫേക്കിനായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന അവന് വേറെ പ്ലാൻ ഉണ്ടാവും. അവന് വേറെ പ്ലാൻ ഉണ്ടാവും. അവന് വേറെ പ്ലാൻ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ, അതായത് കോള് വിളിച്ച് കോൺഫിഡന്റ് ആയിട്ട് കളിച്ച് ജയിച്ച് വരുന്ന ഒരുത്തന് നല്ല രീതിയിൽ, അതായത് ടീംമേറ്റ് കൊടുക്കുന്നൊരു ഇതുണ്ട്, സപ്പോർട്ട് ഉണ്ട്, അതായത് വിശ്വാസമുണ്ട്. ആ വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ബ്രോ ഭയങ്കര പാടാ. പിന്നെ ലക്ക് പോലെ ബാക്കിയൊക്കെ എല്ലാ വാറും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യത്രേ ഉള്ളൂ. ആരെന്ത് ഹേറ്റ് പൊക്കിട്ടാലും ഡെസ്ട്രോ അങ്ങ് മറ്റേ മാഡായിട്ട് കയറി വരുന്നത്. എന്താ പറയുന്ന അവരടിച്ചൊരു കോൺഫിഡൻസ് കയറത്തില്ലേ, അങ്ങനെ തടിയാണ് ഡെസ്ട്രോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെസ്ട്രോയ്ക്ക് അവിടെ നമ്മൾ ബാക്ക് ഇറങ്ങാത്ത അവന് കോൺഫിഡന്റ് ആയി, അവൻ സ്റ്റേബിൾ ആയി. അവിടെ നിന്ന് അടിച്ചടിച്ച് 2 പിക്ക് എടുത്തപ്പോഴത്തേക്ക് അവൻ അവിടെ കോൺഫിഡന്റ് ആയി. അടുത്തൊരു പിക്ക് ഫാൾക്കുണ്ടാവുന്നു. മൂന്നാമത്തെ ഓക്കെ ഡെസ്ട്രോ അടുത്തൊരു പിക്ക്, ഡെസ്ട്രോന്റെ 4 ഡെസ്ട്രോ 4 പിക്ക് എടുത്ത് 4 പിക്ക് വീട്ടിലെ കളി. ഡെസ്ട്രോ ഓപ്പണിൽ കൂടെ കയറിയിട്ടുണ്ട്. ഡെസ്ട്രോനെ കവറായിട്ട് നല്ല രീതിക്ക് ഡെസ്ട്രോനെ കവർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫയറിൽ. ഒരു ഡെസ്ട്രോന്റെ 5ാമത്തെ പിക്ക്. എന്താ പറയാ, നമ്മളൊരു വാറിൽ ഒരു ഇനിഷ്യൽ പിക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രൂഷ്യലാണ്. അത് ഇനിഷ്യൽ പിക്ക് എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്കും ആണ്. കാരണം അത്ര അലർട്ടായിരിക്കും എല്ലാവരും. ഫസ്റ്റ് പിക്കിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ ട്രൈ ചെയ്യും. ആ കളി നമ്മുടെ പിക്ക് പോയി നമ്മൾ ഡൗൺ ആവുന്നു. മൊറാല് പോയ സ്ഥലത്ത് 2 പിക്ക് എടുത്ത് തിരിച്ചു മൊറാല് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പിക്കും കൂടി ടീമിനെ ബാലൻസ് ചെയ്ത് ഭയങ്കരമായിട്ട്. അത് ഭയങ്കര നല്ലൊരു നമ്മുടെ ടീമിന് മൊറാലായിരുന്നു. അതുപോലെ നമ്മള് സത്യം പറഞ്ഞ അത് കളി കണ്ടോണ്ടിരിക്കണുണ്ട് മനസ്സിലാവും. നമുക്ക് മൊത്തത്തിൽ അത് അന്നത്തെ കളി ഭയങ്കര നമുക്കും വേണ്ടെന്ന്, അല്ലെങ്കിൽ നമുക്കും എല്ലാവർക്കും കാണുന്നവർക്കും എല്ലാവർക്കും ആ കളി ജയിക്കണം എന്ന് വാശി കയറിയ ഒരു കളിയായിരുന്നു. അതായത് പ്രീവാർ തോറ്റ് അല്ലെങ്കിൽ അങ്ങനെ അതുകൊണ്ട് ജയിക്കണം എന്നുള്ള രീതിയിൽ ഇരിക്കായിരുന്നു എല്ലാവരും. നല്ലൊരു ഇതായിരുന്നു. പക്ഷെ നീ എന്നെ കുത്തി ഞാൻ ചത്തെന്ന് ഉറപ്പാക്കി കുഴിച്ചിട്ട് അതിന്റെ മേലൊരു ചുവല തെങ്ങും വെച്ച് അതിന് പൊടിപ്പുണ്ടോന്ന് ഉറപ്പാക്കിയിട്ട് നീ പോകാവൂ. ഇല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരൂടാ. മണിയൊക്കെ നിന്റെ വീട്ടില് മനസ്സിലാടാ.
മണിയൊക്കെ ഈ കാശ് കാര്യം എന്ത് ബേസിലാണ് പറയുന്നത്? അല്ല വേണ്ട കറക്റ്റ് തിരിച്ചറിയാൻ സമയം തിരിച്ച് നമ്മളിത് ഇങ്ങോട്ട് പോകുന്നു. കണ്ടല്ലോ. അതെ, എനിക്ക് റാമും മുഖ്യന്താ നീ മുഖ്യം. നിനക്ക് നിന്നെ മാത്രം സ്നേഹിക്കണം, നിനക്കെന്ത് വാശിയുണ്ടോ നിനക്ക്? ഇതെന്ത് പറയും? ഇതൊന്നും പറ്റൂല. എനിക്ക് കുറെ പേരെ ദത്തെടുക്കണം. എനിക്ക് കുറെ പേരെ ഇങ്ങനെ പിള്ളേരായിട്ട് എടുക്കണം. അതാണ് എന്റെ ആഗ്രഹം. എനിക്ക് ഇങ്ങനെ പിള്ളേരൊക്കെ ദത്തെടുത്ത് പണ്ട് സൂരജ് അച്ഛൻ ഞങ്ങളെ വളർത്തിയതുപോലെ എനിക്കൊരു അനാഥാലയൊക്കെ തുടങ്ങി അവിടുത്തെ അവിടുത്തെ മെയിൻ ആളായിട്ട് ഇങ്ങനെ ഇരിക്കണം, വാർഡനായിട്ട്. അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ നീ യാരെന്ന് എനിക്ക് നിജമാ തെരിയാത്, സത്യമാ എനിക്ക് തെരിയാത്. എന്തോ ആയിക്കോട്ടെ, ഞാൻ നിന്നെ നോക്കാം. അഴുക്ക ചെറുക്ക് എന്നെ സെന്റിയാക്കാൻ നോക്കണേ, നടക്കൂല. പോളാ തെണ്ടി കള്ളേ. ഇവൻ എന്നെ എങ്ങനെയെങ്കിലും ഇവന് സെന്റിമെന്റലിൽ ഞാൻ വീഴുമെന്ന് അവൻ അറിയാം. അപ്പൊ എന്റെ കറക്റ്റായിട്ട് അഴുക്ക ചെറുക്കനെന്ന് പറഞ്ഞ ഇവനെ സിറ്റിയിൽ അളിയ എല്ലാ പെമ്പിളെ നടക്കി. ഇവൻ വന്ന തൊട്ട് ഇവൻ കാണിക്കാത്ത കോഴിത്തരയില്ല, ഇവൻ കാണിക്കാത്ത ആർപിയിൽ ഇവന് കമ്മില്ലാത്ത പെമ്പിള്ളേരില്ല. എല്ലാ തോന്നിസം കാണിച്ചിട്ട് ഇവൻ എന്നെ അങ്ങ് ലോക്കാക്കി നൈസായിട്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവനെ ശരിയായി കൊടുക്കാം. അവനെ ജീവതാളമായി മാറിയെങ്കിലും മാഞ്ഞതെന്തിനൊരു നാള് അകലയൊരു താരകമായ വരുമോ നീ അഴകിലൊരു പുഞ്ചിരിയെ വീരവും പകരും നിറയൂ നീ. ഞാൻ വീസിലാണല്ലോ എന്താ ഇവിടെ ടി വി ബേബി ആരാണ്?